ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള പാർട്ടാണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ പഠിക്കാനുണ്ട്, ഡിമാൻഡ്, സപ്ലൈ, പ്രൊഡക്ഷൻ, ഇക്വിലിബ്രിയം, മീനിങ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്, റെഫറൻസ് ആൻഡ് ലിമിറ്റഡ് വാണ്ട്സ്, അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പാർട്ട് 1 ആണ്. മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ്, മൊത്തത്തിൽ എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിന് ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, അതറിയാലോ. നമ്മൾ ഓരോ പാർട്ടിലും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സും അതിൻ്റെ കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ട്. ഇതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി പഠിക്കാനുണ്ട്, ആൻഡ് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പഠിക്കാനുണ്ട്, സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ ഇക്കണോമി പഠിക്കാനുണ്ട്, ഹൂം ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, അതറിയാലോ. നമ്മൾ +2 +1 പഠിച്ച ഒന്നിൻ്റെ ആ ഒരു ഫോളോ അപ്പ് തന്നെയാണ് നമുക്ക് ഇതിലും, അതിനൊരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ബികോമിൽ ഈ ഒരു മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സിലും പഠിക്കാനുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്, അറിയാലോ. ആ ഉൽപ്പാദനം, പ്രൊഡക്റ്റ്, പിന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വാട്ട് ടു പ്രൊഡ്യൂസ്, അല്ലെ, എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത്, ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ആൻഡ് ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ് ആൻഡ് ദ പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പോസിബിലിറ്റി കർവ് and allocation of resources and solution of central problems and positive versus and normative economics and microeconomics and macroeconomics, and then stock and flow, statistics of dynamics and reference, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി, നമുക്ക് സ്കേഴ്സിറ്റി, ദുർലഭം, വിഭവങ്ങൾ, അതായത് റിസോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. റിസോഴ്സസ് ദുർലഭങ്ങളായ റിസോഴ്സസ് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ സ്കേഴ്സിറ്റി അനുസരിച്ച് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യേണ്ടി വരില്ല. ചില വിഭവങ്ങളെ സ്കേഴ്സിറ്റി അനുസരിച്ച് നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നതും ഉണ്ടാവും, ദുർലഭമായിട്ട് കിട്ടുന്നു. അപ്പോൾ രണ്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് മീനിങ് ആൻഡ് നേച്ചർ ഓഫ് എക്കണോമി ആൻഡ് ദ ഡിസ്ക്രൈബ് ഓഫ് കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് എൻറ്റിറ്റീസ് ആൻഡ് ഡിസ്കസ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ആൻഡ് ദെൻ ഇൻട്രൊഡക്ഷൻ, നമുക്കറിയാം എക്കണോമിക്സ് ഹാസ് ബീൻ അങ്ങനെ കുറേ ഇൻട്രൊഡക്ഷൻ. അത് എക്കണോമിക്സ് അതായത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സിന് പകരം നമ്മൾ തുടങ്ങുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ് ജസ്റ്റ് തുടങ്ങുകയാണ്. ഈ മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ് അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് എക്കണോമിക്സ് എന്ന് മനസ്സിലാക്കണം. ഡെഫിനേഷൻ ഉണ്ടാവും. വാട്ട് ഈസ് എക്കണോമിക്സ്, അതെന്തായാലും എക്സാമിന് ചോദിക്കും. ഡെഫിനേഷൻ നിങ്ങൾ മിസ് പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, കള്ളിയിലാക്കിയിട്ട് വേണം എഴുതാൻ, വൃത്തിയായിട്ട് സൂക്ഷിക്കണം, സ്കെയിലൊക്കെ വെച്ച് നല്ല വൃത്തിയായി വരയ്ക്കണം. അതാണ് നമ്മൾ എന്താണ് വാട്ട് ഈസ് എക്കണോമിക്സ്, എന്താ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഹാസ് ബീൻ വേരിയസ്ലി ഡിഫൈൻഡ്. എക്കണോമിക്സ് ഈസ് വേരിയസ്ലി ഡിഫൈൻഡ്. പല രീതിയിലും എക്കണോമിക്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, and economics has been variously defined and summarized, and some of definitions seek explain the economics. താഴെ കൊടുത്തിരിച്ച ചില എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻസ് നമ്മൾ വായിക്കാൻ പോവാണ്. അനാലിസിസ് അല്ലെങ്കിൽ അനലൈസ്. ഓക്കെ, അനലൈസ് ഹൗ എ സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടെക്നോളജി അഫക്റ്റ് ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അമംഗ് ഡിഫറെൻറ്റ് യൂസസ്. നമ്മുടെ ഡിഫറെൻറ്റ് യൂസ്, നമ്മുടെ വിഭവങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുന്നതിനെയും അതിനെ പറ്റി സൊസൈറ്റി, അനാലിസിസ് ഹൗ ടു സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടെക്നോളജി അഫക്റ്റ് പ്രൈസ്, അതായത് എങ്ങനെയാണ് ഒരു സമൂഹം വില പ്രൈസ് എന്ന സംഭവം, വില കൊടുത്ത് നമ്മൾ എന്ത് കൺസ്യൂമർ എന്ത് ഗുഡ്സ് ആണെങ്കിലും, അതായത് നമ്മൾ സാധന സേവനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുമ്പോൾ ക്യാഷ് കൊടുക്കണം. അപ്പോൾ പ്രൈസാണ് എല്ലാത്തിനും അടിസ്ഥാനം, ദ ബേസിക് പ്രൈസ്. ഓക്കെ, ആ അടിസ്ഥാന വില, ആ ബേസിക് പ്രൈസ് എങ്ങനെയൊക്കെയാണ് നമ്മളെ സൊസൈറ്റിയിൽ കൺട്രോൾ ചെയ്യുന്നതും കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണെന്നതും അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ, ഓരോ റിസോഴ്സസ് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു കാറ്റഗറി എന്തെന്ന് പറയുന്നു, പിന്നെ നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, എക്സ്പ്ലോർസ് ദ ബിഹേവിയർ ഓഫ് ദ financial market. Okay, explores the behavior of financial markets including interest rate and stock prices.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബിഹേവിയർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സ്റ്റോക്ക് പ്രൈസ്. അത് സ്റ്റോക്ക് പ്രൈസിനെ പറ്റിയും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ്സ്, പലിശ എന്നൊക്കെ പറയും നമ്മൾ. ഇൻട്രസ്റ്റ്, ഓരോ സാധനത്തിൻ്റെയും പലിശ സഹിതം അത് ഡിവൈഡ് ചെയ്തിട്ട് ശതമാനം കാണുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്നും പറയുന്നു. എക്സാമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, നമ്മുടെ വരുമാനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വരുമാനം എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ വിഭാഗങ്ങളിലാണ് ചിതറിപ്പോകുന്നത്, എങ്ങോട്ടാണ് വരുമാനം ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളതും. ആൻഡ് സജസ്റ്റ് വിത്ത് ദാറ്റ് പുവർ മാൻ ഹെൽപ്ഡ് വിത്തൗട്ട് ഹാർമിങ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദ എക്കണോമി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി ദ ബിസിനസ് സൈക്കിൾ ആൻഡ് എക്സാമിൻ ദ monetary policy can be used to moderate the swings in unemployment and inflation. Studies the business cycle and examines how monetary policy can be used to moderate and swings in unemployment and inflation, and studies the pattern of trade among nations, analyze the impact of trade barriers, look at growth and developing countries and progress ways, enhance the definition of resources. Developing country, വികസിത രാഷ്ട്രങ്ങൾ റിസോഴ്സസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഉള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, അതിൻ്റെ ഘടകങ്ങളും അളവുകളൊക്കെ പല രീതിയിലായിരിക്കും. അതിനെ മൊത്തത്തിൽ അനാലിസ് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. As how government policies is used to push important the growth such a rapid economic growth. ഒരു ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തുള്ള എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഒരു രാജ്യത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടി പഠിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് എക്കണോമിക്സ്. And efficiency, growth, efficiency and resources, full employment and price stability and a fair distribution of income. വരുമാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. നെക്സ്റ്റ് എ കോമൺ തീം, ഇതെല്ലാം എക്കണോമിക്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിലേക്ക് വരുന്ന ഇൻകം റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൈസിൻ്റെ കാര്യങ്ങൾ ആൻഡ് ദ റിസോഴ്സിൻ്റെ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ഉൽപ്പാദനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് എല്ലാം ഇൻക്ലൂഡഡ് ആവുന്നതിനെ എന്തെന്ന് പറയുന്നു, എക്കണോമിക്സ് എന്ന് പറയുന്നു. ദെൻ കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി. എന്താണ് കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി? Scarcity lies the root of all economics activity. The concept of scarcity finds the expression of two basic facts of economics life. അത് കൺസെപ്റ്റ്, എന്താണ് കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി? സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദുർലഭം അല്ലെങ്കിൽ ദൗർലഭ്യം. എന്താണ്? അൺലിമിറ്റഡ് വാണ്ട്സ് ടു ആൻഡ് സ്കേഴ്സ് റിസോഴ്സസ് ഓർ മീൻസ്. എന്താണ് അതിന് ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ, ശരിക്കും മലയാളത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, നിയന്ത്രണാതീതമാണ്. പക്ഷേ നമ്മൾ കിട്ടുന്ന റിസോഴ്സസോ ലിമിറ്റഡാണ്. ലിമിറ്റഡ് അല്ലാത്തത്, അതായത് സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന വിഭവങ്ങളാണ് നമുക്ക് ആഗ്രഹം. പക്ഷേ നമ്മൾ മനുഷ്യരുടെ ഹ്യൂമൻ ബീങ് ആയ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷേ കിട്ടുന്ന വിഭവങ്ങളോ കൺട്രോൾഡ് ആണ്. അപ്പം അതെങ്ങനെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഈ സ്കേഴ്സിറ്റി ഉള്ള വിഭവങ്ങൾ, സ്കേഴ്സിറ്റി ഉള്ള റിസോഴ്സസ് എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് പിന്നെ ഈ ഒരു ഭാഗം, അതായത് കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി എന്നുള്ള ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് കീപ് ഓൺ ഇൻക്രീസിങ്. അതായത് അൺലിമിറ്റഡ് മാത്രമല്ല, കൂടിക്കൂടി വരും, അത് സ്റ്റോപ്പില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വാഭാവികത അല്ലേ. അതായത് ഹ്യൂമൻ വാണ്ട്സ്, നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഓൾറെഡി എന്താണ്, അൺകൺട്രോൾഡ് ആണ് അല്ലേ, നിയന്ത്രണാതീതമാണ്, നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല, ഇഷ്ടം പോലെ ആഗ്രഹിക്കാനും. പക്ഷേ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇറ്റ് കീപ്പ് ഓൺ ഇൻക്രീസിങ്, അത് കൂടിക്കൂടി വരുന്നൊരു, കുറയുന്നില്ല. ഓക്കെ, നോട്ട് ഇൻക്രീസിങ്. ആൻഡ് different wants differ their intent is subject to the availability of resources, higher on wants and need to satisfy the first and the resource. അതായത് കിട്ടുന്ന വിഭവം എത്രത്തോളം ഫസ്റ്റ് നമുക്ക് എന്താണോ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്, തൃപ്തിപ്പെടുത്തുക അല്ലേ. സാറ്റിസ്ഫാക്ഷൻ മീൻസ് തൃപ്തി, നമ്മുടെ ഉള്ളിലുള്ള തൃപ്തിയാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് റിസോഴ്സസ് ആണ്, ആദ്യത്തെ നീഡ് എന്താണോ, ആദ്യത്തെ പ്രാഥമിക ആവശ്യങ്ങൾ എന്താണോ അതിനെ എന്ത് ചെയ്യുക, നമുക്ക് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്ന ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, സ്കേഴ്സ് റിസോഴ്സസ് ഓർ മീൻസ്. എന്താണ് ഈ സ്കേഴ്സ് റിസോഴ്സസ്? ഓക്കെ, എന്താണ് ഈ സ്കേഴ്സ് റിസോഴ്സസ്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ് സ്കേഴ്സ് റിസോഴ്സസ് മീൻസ് satisfaction of wants requires resources of the means to satisfy wants. Availability of resources is limited in relation to requirements. അത് രണ്ട് ഭാഗങ്ങളാണെന്നാണ് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ് റിക്വയർസ് റിസോഴ്സസ്.
നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. പക്ഷെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, പക്ഷെ ആ റിസോഴ്സിനെ കണ്ടെത്തിയിട്ട് എന്താവണം, അവൈലബിലിറ്റി എത്രത്തോളം അത് നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും, അത് സ്കേഴ്സിറ്റി ആണോ, സ്കേഴ്സിറ്റി ഓഫ് ആ റിസോഴ്സസ് ദൗർലഭ്യം ഉള്ള റിസോഴ്സസ് ആണോ അല്ലേന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ആദ്യം നിറവേറ്റുന്നതാണ് പറയുന്നത്. However, scarce means have alternative uses. Okay, different societies try to solve these issues or different ways to process. Each society creates setup called an economy. അപ്പോൾ ഈ ദുർലഭമായ വിഭവങ്ങൾ മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു പ്രോസസ്സിനെയാണ് എക്കണോമിക്സ് എന്ന് മൊത്തത്തിൽ പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രം അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ശാസ്ത്രമാണ് എക്കണോമിക്സ്. അതായത് ഈ ശാസ്ത്രത്തിൽ ഒരു ശാസ്ത്രം കൂടിയാണ്, എന്തുവാണ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സാമ്പത്തികത്തിന് നമ്മൾ എന്ത് പ്രൈസാണ് അതിന് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലെ, പ്രൈസ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ റിസോഴ്സസ്, ദെൻ ഹ്യൂമൻ അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ഓൾസോ ഇറ്റ് സ്കേഴ്സിറ്റി, ദാറ്റ് റിസോഴ്സസ് ഇസ് വെരി സ്കേഴ്സ്. അതായത് എന്തായിരിക്കും, സ്കേഴ്സ് ആയിരിക്കും, കിട്ടാനില്ലാത്ത വിഭവങ്ങളും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കേഴ്സിറ്റി ആൻഡ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്താണ് പിന്നെ എക്കണോമിക്സിൻ്റെ, അതായത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആണ് പറഞ്ഞത്, മീനിങ് പറഞ്ഞു ആൻഡ് പ്രൊഡക്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് സപ്ലൈ ആൻഡ് ഇക്വിലിബ്രിയം നമുക്ക് പറയാനുണ്ട്. ഓക്കെ.